ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. ഈ രാവിലെ നടക്കാനിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഫ്രഷ് തോട്ട്സൊക്കെ വരും. അങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇന്നൊരു വീഡിയോ ഇട്ടേക്കാം നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ദിവസമായി. അപ്പോൾ ഇന്ന് ഒരെണ്ണം തട്ടിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബൈക്കിൻ്റെ വീഡിയോ തന്നെയാണ്. നമ്മൾ നേരത്തെ ഒരു ഹാർലി ഡേവിഡ്സൻ്റെ വീഡിയോ ചെയ്തിരുന്നു, ആ ബ്രാൻഡിൻ്റെ തന്നെ വേറൊരു മോഡൽ. അപ്പോൾ പോയേക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഒരു മോഡലിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് ഹാർലി ഡേവിഡ്സൺ എക്സൽ സ്പോർട്സ്റ്റർ. ഈ എക്സൽ സ്പോർട്സ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു 1950s അമേരിക്കൻ ബ്രാൻഡായ ഹാർലി ഡേവിഡ്സൺ ഇവരെ ഈ ഒരു മോഡലിനെ പുറത്തിറക്കുന്നത്. ലൈക്ക് ഇത് പുറത്തിറങ്ങാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടൊരു സ്പോർട്സ്റ്റർ, ദ നെയിം സൈസ് ഒരു സ്പോർട്ട് ബൈക്കിന് വേണ്ടിയാണ്. എന്നാൽ അവരുടെ ആ ഒരു ക്ലാസിക് രീതിയിൽ നിന്ന് ഒട്ടും മാറാതെ തന്നെ അവരുടെ റൈഡേഴ്സിന് ഒരുപോലെ തന്നെ സിറ്റി റൈഡിനും ഹൈവേ ക്രൂസിങ്ങിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഹാർലി ഡേവിഡ്സൺ പുറത്തിറക്കിയ എക്സൽ സ്പോർട്സ്റ്റർ. സോ ലെറ്റ്സ് ഗോ ഓൺ ടു ദ വീഡിയോ ആൻഡ് നമുക്ക് ഈ ഡിസ്പ്ലേ കേസ് ഒന്ന് മാറ്റി നോക്കാം. ഇവനാണ് നമ്മുടെ താരം. സോ ഞാൻ പറയാൻ പോവുകയാണെങ്കിൽ ഹാർലി ഡേവിഡ്സൺ ഒരു ലൈറ്റ് വെയ്റ്റ് എന്നാൽ പെർഫോമൻസിന് ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലുള്ളൊരു മോഡലായിട്ടാണ് ഈ എക്സൽ സ്പോർട്സ്റ്ററിനെ പുറത്തിറക്കിയത്. ആദ്യം അവർ 1950s പുറത്തിറക്കുമ്പോൾ അവരൊരു അയൺ ഹെഡ് എഞ്ചിൻ എന്ന് പറഞ്ഞൊരു 883cc എഞ്ചിനാണ് ഈ എക്സൽ സ്പോർട്സ്റ്ററിന് കൊടുത്തിരുന്നത്. എന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു വെർഷൻ എന്ന് പറയുന്നത് V2 എഞ്ചിൻ വെച്ച് വരുന്ന ഒരു 1970s 80s ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ മോഡലാണ്. സോ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഡൈക്കാസ് മോഡലിൻ്റെ വിശേഷങ്ങൾ പറയാം. സോ നമുക്ക് ആദ്യം തന്നെ പെയിൻറ്റ് ജോബ് കാണാം. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഗ്ലോസി ഫിനിഷിൽ വരുന്ന ഒരു പെയിൻറ്റ് ജോബാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ ഇവിടെയായിട്ട് ക്രോം ഫിനിഷുകൾ കാണാം. അത് നല്ല തിളങ്ങി നിൽക്കുന്ന ക്രോം ഫിനിഷ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ ഫ്രാങ്ക്ലിൻ മിൻ്റാണ് ബ്രാൻഡ്. മലയാളികൾക്ക് അധികം സുപരിചിതമായൊരു ബ്രാൻഡൊന്നുമല്ല, കാരണം അതൊരു ചൈനീസ് ബ്രാൻഡാണ്. കൂടുതലായിട്ട് അമേരിക്ക ആ ഒരു സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് അവരുടെ ഡൈക്കാസ് മോഡൽസൊക്കെ വിറ്റ് പോകാറ്. അത്രയ്ക്കും പ്രിസൈസ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ കാണാം. ഫുള്ളി ഫങ്ഷണൽ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ബ്രേക്ക് വയേഴ്സും ക്ലച്ച് വയേഴ്സും ഒക്കെ അത്രയും ഡെലിക്കേറ്റ് ആയിട്ട് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ കാണാൻ പറ്റുള്ളത് നമുക്ക് കൂടുതൽ സെറ്റപ്പായിട്ട് തോന്നുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റേഴ്സും അതേപോലെ തന്നെ ബ്രേക്സും ഫങ്ഷണലാണ്. പിന്നെ ഇതിൻ്റെ ഒരു അടിപൊളി ഐറ്റമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ മറ്റേ ഷോക്കപ്സാണ്. കണ്ടോ ഗൈസ്, ഇത് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട് ഈ ഒരു ഷോക്കപ്സറിൻ്റെ ആ ഒരു ഫീല് തരുമ്പോൾ. കാരണം ഒരു റിയൽ ബൈക്കിൻ്റെ ഷോക്കപ്സർ എങ്ങനെയാണോ അങ്ങനെയാണ് ഇവരിതൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം പോരാത്തതിന് ഞാൻ പറഞ്ഞതൊരു ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതിൽ ഇവരെങ്ങനെയാണ് ഇത്ര പെർഫെക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അത് തികച്ചും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു ലോങ് ക്രോമിയം എക്സോസ്റ്റ് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹാർലി ഡേവിഡ്സൺ എക്സൽ സ്പോർട്സ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളൊരു കളക്ടറാണെങ്കിൽ തികച്ചും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഒരു ഡൈക്കാസ്റ്റ് ഫേവറേറ്റ് മോഡലായിട്ട് ഞാൻ പറയും. കാരണം ഹിസ്റ്ററി ഈസ് ഇൻ അവർ ഹാൻഡ്സ് എന്ന് നമുക്ക് തോന്നും ഇതൊക്കെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ. പ്യുവർ കളക്ടേഴ്സ് ഐറ്റം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും കിടിലൻ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.